മാസം മുമ്പ് കോഴിക്കോട് ലത്തീൻ രൂപതയിൽ ഒരു പള്ളിയിൽ സായാഹ്ന ബൈബിൾ കൺവെൻഷനിൽ പ്രസംഗിക്കാൻ വേണ്ടി പോയത് ഓർക്കുന്നു. ശാലോം TV-യുടെ ചെയർമാൻ ബെന്നി പുന്നത്തറയും ഞാനും ഞങ്ങൾ രണ്ടുപേരും കൂടെ ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുന്നു. ആദ്യത്തെ ദിവസം വചനം പങ്കുവെച്ച് കഴിഞ്ഞ് പള്ളിമുറിയിൽ വികാരിയച്ഛൻ്റെ കൂടെ അത്താഴം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ബെന്നി എന്നോടൊരു സംഭവം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ പ്രതിധ്വനികൾ എന്ന പുസ്തകത്തിൽ ഈ സംഭവം എഴുതി വെച്ചിട്ടുണ്ട്. ബെന്നി എന്നോട് പറഞ്ഞു, അച്ഛാ, ഈ അടുത്ത് എൻ്റെ വീടിനടുത്തുള്ള ഒരു ഇടവക പള്ളിയിൽ ഇടവക ധ്യാനം നടത്താൻ വേണ്ടി എന്നെ വിളിച്ചു. 3 ദിവസത്തെ ഇടവക ധ്യാനം നടത്താൻ വേണ്ടി വീട്ടിൽ നിന്ന് ആദ്യത്തെ ദിവസം പോകുന്നതിന് മുമ്പ് കൊന്തയെടുത്ത് പാൻസിൻ്റെ പോക്കറ്റിലിട്ടുകൊണ്ട് ധ്യാനിപ്പിക്കാൻ വേണ്ടി ചെന്നു. പള്ളിയിൽ ചെന്നു. ധ്യാനം തുടങ്ങേണ്ട സമയമായി കഴിഞ്ഞപ്പോൾ അൾത്താരയിൽ മൈക്കിൻ്റെ അടുത്ത് കയറി വന്ന് നിന്നേച്ച്, പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം തേടി കൊന്തയുടെ ഒരു രഹസ്യം ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ധ്യാനപ്രസംഗം തുടങ്ങാം എന്ന് പറഞ്ഞേച്ച് ബെന്നി പാൻസിൻ്റെ പോക്കറ്റിൽ കൈയിട്ട് തപ്പാൻ തുടങ്ങി. പോക്കറ്റിൽ ഇട്ടുകൊണ്ട് പോകുന്ന കൊന്ത പോക്കറ്റിൽ കാണാനില്ല. വലിയ വിഷമം തോന്നി മനസ്സിൽ. കൊന്തയില്ലാതെ തന്നെ കൊന്തയുടെ ഒരു രഹസ്യം ചൊല്ലി പ്രാർത്ഥിച്ച് ധ്യാനപ്രസംഗം നടത്തി. രാത്രി തിരിച്ചു വീട്ടിൽ വന്നിട്ട് ഭാര്യ സ്റ്റെല്ലയോട് പറഞ്ഞു, സ്റ്റെല്ല എന്നാ ഭാര്യയുടെ പേര്, അവളോട് പറഞ്ഞു, എടീ, എൻ്റെ കൊന്ത നഷ്ടപ്പെട്ടു പോയി, നാളെയും ആ പള്ളിയിൽ ധ്യാനം ഉള്ളതാ, അതുകൊണ്ട് നിൻ്റെ കൊന്ത തരണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം തന്നെ അവളുടെ കൊന്ത മേടിച്ച് പാൻസിൻ്റെ പോക്കറ്റിൽ കൊണ്ടുപോയിട്ടു. കിടന്നുറങ്ങി. പിറ്റേ ദിവസം വൈകുന്നേരം വീണ്ടും കൺവെൻഷന് വേണ്ടി പള്ളിയിൽ ചെന്നു. ഇന്നലെ ഏതായാലും കൊന്തയില്ലാതെ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കേണ്ടി വന്നു, ഇന്ന് അങ്ങനെ ഉണ്ടാകരുത് എന്ന് പറഞ്ഞേച്ച് ബെന്നി പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, കൊന്ത കൊണ്ടുവന്നിട്ടുള്ള എല്ലാവരും കയ്യിൽ കൊന്തയെടുത്ത് ഉയർത്തിപ്പിടിക്ക്, നമുക്ക് കൈ ഉയർത്തിപ്പിടിച്ച് കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞേച്ച് പെട്ടെന്ന് പാൻസിൻ്റെ പോക്കറ്റിൽ കൈയിട്ടു. 2ാമത്തെ ദിവസവും പാൻസിൻ്റെ പോക്കറ്റിൽ കൊന്തയില്ല. പ്രിയപ്പെട്ടവരെ, ധ്യാനിക്കാൻ വന്നിരിക്കുന്ന ആൾക്കാരൊക്കെ കൊന്ത കഴുത്തേന്നൊക്കെ ഊരിയെടുത്ത് പോക്കറ്റിൽ നിന്നൊക്കെ എടുത്ത് പേഴ്സിൽ നിന്നൊക്കെ എടുത്ത് കയ്യിൽ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് നിൽക്കണു. ധ്യാനഗുരു പാൻസിൻ്റെ പോക്കറ്റിൽ തപ്പിക്കൊണ്ട് നിൽക്കുക. കൊന്ത കിട്ടിയില്ല. 2ാം ദിവസവും വലിയ വിഷമത്തോടെ കൊന്തയില്ലാതെ തന്നെ കൊന്തയുടെ ഒരു രഹസ്യം ചൊല്ലി പ്രാർത്ഥിച്ചു. രാത്രി തിരിച്ച് വിഷമത്തോടെ വീട്ടിൽ വന്നേച്ച് ഭാര്യയോട് പറഞ്ഞു, എടീ, ഇന്നലെ എൻ്റെ കൊന്ത പോയി, ഇന്ന് നിൻ്റെയും കൊന്ത പോയി എന്ന് പറഞ്ഞു. അപ്പം സ്റ്റെല്ല പറഞ്ഞു, ഇങ്ങനെ വിട്ടാൽ പറ്റിയല്ലോ, ദിവസം ഓരോ കൊന്ത കളഞ്ഞേച്ച് വന്നാൽ നമ്മൾ ഇവിടുന്ന് ഈ കൊന്ത മുഴുവൻ മേടിച്ചു വെക്കണേ എന്ന് പറഞ്ഞേച്ച് ഇട്ടുകൊണ്ട് പോയ പാൻസ് എടുത്തുകൊണ്ട് വന്നേച്ച് അവൾ ഒരു CIDയുടെ പണി എങ്ങ് തുടങ്ങി. പാൻസിൻ്റെ പോക്കറ്റിലൊക്കെ കൈയിട്ട് തപ്പാൻ തുടങ്ങി. തപ്പി 2 ദിവസം ഇട്ടുകൊണ്ട് പോയി ഒരേ പാൻസ് ആ പാൻസിൻ്റെ പോക്കറ്റിലേക്ക് കൈ ഇട്ടപ്പോൾ കൈ അങ്ങോട്ട് ഇറങ്ങിപ്പോയി. കാരണം വളരെ വ്യക്തമാണ്. ഇവിടെ ഇരുന്നോണ്ടൊരു അമ്മച്ചി പറയുക, കൊന്ത പോയി എന്ന് പറഞ്ഞപ്പോൾ, അച്ഛാ, മിക്കവാറും പിശാചിൻ്റെ തട്ടിപ്പായിരിക്കും കേട്ടോ. പിശാചിൻ്റെ തട്ടിപ്പൊന്നും ആയിരുന്നില്ല, പാൻസിൻ്റെ പോക്കറ്റ് കീറിയതായിരുന്നു. കീറിയ പോക്കറ്റിനകത്തേക്ക് കൊന്ത ഇട്ടുകൊണ്ടിരുന്നു. ഓരോ കൊന്ത ഇങ്ങനെ നൂലിൽ ഇങ്ങനെ വീണ് പോയിക്കൊണ്ടിരുന്നു. ഈ സംഭവം പറഞ്ഞിട്ട് ബെന്നി എന്നോട് പറഞ്ഞു, അച്ഛാ, കാര്യം 2 കൊന്ത നഷ്ടപ്പെട്ടു പോയാലും ദൈവം എന്നെ വലിയൊരു സത്യം പഠിപ്പിച്ചു. ഞാൻ ചോദിച്ചു, ബെന്നി, ഈ കൊന്ത കളഞ്ഞോണ്ടുള്ള എന്നാ സത്യമാണ് ദൈവം പഠിപ്പിച്ചേ? അപ്പം പറഞ്ഞു, അച്ഛാ, ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ഓരോ നിമിഷവും നമ്മൾ ഈ പാൻസിൻ്റെ പോക്കറ്റിലേക്ക് കൊന്ത ഇടുന്നത് പോലെ ദൈവത്തിൻ്റെ അനുഗ്രഹം ഇങ്ങനെ ഇട്ട് തന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ നമ്മുടെ പാൻസിൻ്റെ പോക്കറ്റ് കീറിയതായതുകൊണ്ട് കൊന്ത തങ്ങി നിൽക്കാത്തതുപോലെ പാപത്തിൻ്റെ സുഷിരങ്ങളിലൂടെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് ദൈവം വർഷിച്ചുകൊണ്ടിരിക്കുന്ന ദൈവകൃപകൾ, ദൈവാനുഗ്രഹങ്ങൾ തങ്ങി നിൽക്കാതെ ചോർന്നു പോയിക്കൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഇത് വലിയൊരു ആത്മീയ വെളിപ്പെടുത്തലാണ്. ദൈവം ഓരോ നിമിഷവും നമ്മുടെ ജീവിതങ്ങളിലേക്ക് വലിയ ദൈവാനുഗ്രഹങ്ങളും ദൈവകൃപകളും ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ ഈ ദൈവകൃപകൾ എൻ്റെ ജീവിതത്തിൽ തങ്ങി നിൽക്കാതെ നഷ്ടപ്പെടുത്തി കളയുന്ന പാപത്തിൻ്റെ സുഷിരങ്ങൾ, പാപത്തിൻ്റെ ഓട്ടകൾ, പാപത്തിൻ്റെ കീറലുകൾ എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ദൈവാനുഗ്രഹം ഞാൻ നഷ്ടപ്പെടുത്തി കളയുന്നു എന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിങ്കലേക്ക് അനുതാപത്തോടുകൂടെ ധൂർത്തപുത്രൻ തിരിച്ചു വന്നതുപോലെ മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ സാധിക്കുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ ദൈവാനുഗ്രഹങ്ങൾ നമ്മെ കാത്തിരിപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ അനുതാപം അഥവാ മാനസാന്തരം എന്നത് നമ്മളൊക്കെയും സ്വന്തമായി നേടിയെടുക്കേണ്ട ഒരു കൃപയാണ്. ദൈവം നമ്മുടെ ജീവിതങ്ങളിലേക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കാൻ സാധിക്കും വിധം എൻ്റെ ജീവിതത്തിൻ്റെ കുറവുകളെ, ഇല്ലായ്മകളെ വേണ്ട എന്ന് വയ്ക്കാൻ ഞാൻ തീരുമാനിക്കേണ്ടിയിരിക്കുന്നു.
ഉന്തി മരം കയറ്റിയാൽ കൈവിട്ടാ താഴെ പോകും എന്ന് കാർന്നോമാർ പറഞ്ഞിട്ടുണ്ട്. ശരിയാ പറഞ്ഞ കാര്യം. ഞാൻ ഓർക്കുക, ഞാൻ ഈ കഴിഞ്ഞ വർഷത്തെ കളമശ്ശേരി ബൈബിൾ കൺവെൻഷനിൽ പ്രസംഗിക്കാൻ വേണ്ടി പോയി. കളമശ്ശേരിയിൽ വലിയ ബൈബിൾ കൺവെൻഷൻ എല്ലാ വർഷവും നടത്താറുണ്ട്. കൺവെൻഷനിൽ ഞാൻ പ്രസംഗം കഴിഞ്ഞ് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കൺവെൻഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്ന അച്ഛൻ മൈക്കിലൂടെ അനൗൺസ് ചെയ്യുന്നത് ഞാൻ കേട്ടു. പ്രിയപ്പെട്ടവരെ, തുടർന്ന് വേലായുധൻ എന്നു പേരുള്ള ഒരു സഹോദരൻ്റെ സാക്ഷ്യമാണ്. ഇത് പറഞ്ഞു കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, പെട്ടെന്ന് ഓടി തിരിച്ച് ഡിവൈനിലേക്ക് പോന്നിട്ട് വലിയ പണിയൊന്നുമില്ല, രാത്രിയാണ്. എന്നാൽ വേലായുധൻ ചേട്ടൻ്റെ സാക്ഷ്യം കേട്ടേച്ച് പോരാം എന്നോർത്ത് ഞാൻ സ്റ്റേജിൽ തന്നെ അവിടെ ഇരുന്നു. അനൗൺസ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 10-50 വയസ്സ് പ്രായം തോന്നിക്കണ ഒരു ചേട്ടൻ ഓടി സ്റ്റേജിലേക്ക് കയറി വന്നു. സ്റ്റാൻഡേൽ ഇതുപോലെ ഇരുന്ന് മൈക്ക് ഊരിയെടുത്ത് ഞാൻ കൈ പിടിച്ചിരിക്കുന്ന പോലെ ഇടത് കയ്യിൽ ചേട്ടൻ ഇങ്ങനെ പിടിച്ചിട്ട് സംസാരിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, എൻ്റെ പേര് വേലായുധൻ, സ്വദേശം ആലപ്പുഴയാണ്. ഇത്രയും പറഞ്ഞിട്ട് വേലായുധൻ പറഞ്ഞു, നിങ്ങളെല്ലാവരും എന്താ എന്നെ ഇങ്ങനെ തുറിച്ച് നോക്കണേന്ന് എനിക്ക് മനസ്സിലായി. ഇയാൾ എന്താ ഒരു ബഹുമാനവും കൂടാതെ മൈക്ക് ഊരിയെടുത്ത് ഇടത്ത് കയ്യിൽ പിടിച്ചേക്കണേന്നാ നിങ്ങൾ നോക്കണേ. എനിക്ക് കൈ ഇല്ലാത്തത് കൊണ്ടാകട്ടോ, എനിക്ക് വലത് കൈ ഇല്ലാത്തത് കൊണ്ടാണ്. ചേട്ടൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇരിക്കുന്ന ആൾക്കാരൊക്കെ സൂക്ഷിച്ച് നോക്കണു. ഞാനും സ്റ്റേജിൻ്റെ പുറകിൽ നിന്ന് ചേട്ടൻ ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കി. പറഞ്ഞ കാര്യം സത്യമാണ്. ഷർട്ട് ഇട്ടിരിക്കുന്നു, ഫുൾ സ്ലീവ് ഷർട്ടാണ്. ഷർട്ടിൻ്റെ വലത് കൈ ഇങ്ങനെ തൂങ്ങിക്കിടക്കണം. ആൾക്ക് വലത് കൈ ഇല്ല. എന്നിട്ട് ഇയാൾ പറഞ്ഞു, ഇതാ എൻ്റെ സാക്ഷ്യം. അരമണിക്കൂർ എടുത്ത് വേലായുധൻ അന്ന് പറഞ്ഞ സാക്ഷ്യം ഞാനൊരു 2 മിനിറ്റ് കൊണ്ട് ചുരുക്കി പറയാം. പ്രിയപ്പെട്ടവരെ, 6 മാസക്കാലം കൊണ്ട് 4,65,000 രൂപ കാശ് വെച്ച് ചീട്ട് കളിച്ച് കളഞ്ഞ ഒരു മനുഷ്യൻ. ആലപ്പുഴയിൽ സ്വന്തമായിട്ട് 7 സെന്റ് സ്ഥലവും ഒരു കൊച്ചു വീടുമുണ്ട്, ഭാര്യയുണ്ട്, 3 മക്കളുണ്ട്. കല്യാണം കഴിഞ്ഞ് അധികം നാളുകൾ കഴിയുന്നതിന് മുമ്പ് തന്നെ തുടങ്ങിയ ഒരു പതിവാണ് കാശ് വെച്ച് ചീട്ട് കളിക്കാൻ വേണ്ടി പോവുക എന്നുള്ളത്. വീടിൻ്റെ ആധാരം, സ്ഥലത്തിൻ്റെ ആധാരം കൊണ്ട് ഈ പണയം വെച്ച് കിട്ടുന്ന കാശ് എടുത്ത് കൊണ്ടുപോയി ചീട്ട് കളിച്ചു. ഭാര്യയുടെ കഴുത്തേൽ താലിയിട്ടിരിക്കുന്ന ഒരു കൊച്ചു മിന്നുമാലയുണ്ട്. പണയം വെക്കാനാണെന്ന് പറഞ്ഞ് ഒരു ദിവസം വാങ്ങിച്ചുകൊണ്ട് പോയി വിറ്റ് കാശെടുത്ത് ചീട്ട് കളിച്ചു. അയലോക്കത്തെ വീട്ടിൽ ചോദിച്ചാൽ കിട്ടാവുന്ന ആൾക്കാരോടൊക്കെ കടം വാങ്ങിച്ച് ചീട്ട് കളിക്കാൻ പോയി. ഇനി ചോദിച്ചാൽ ഒരാൾ പോലും തരികയില്ല എന്ന സിറ്റുവേഷനിൽ രാത്രി ഒരു 11 മണി സമയത്ത് ചീട്ട് കളിച്ച് കളിസ്ഥലത്ത് തോറ്റ് വേലായുധൻ ഇങ്ങനെ ഇരിക്കുന്നു. 5 പൈസ പോലും കൊടുക്കാൻ കയ്യിലില്ല, ജയിച്ച ആൾക്ക് കൊടുക്കാൻ. കയ്യിലുണ്ടായിരുന്ന വാച്ച് ഊരിയെടുത്ത് ആ ജയിച്ച ആൾക്ക് കൊടുത്തിട്ട് പറഞ്ഞു, എടാ ഇത് മാത്രമേ എനിക്കിനി ബാക്കിയുള്ളൂ, ഇത് നീ എടുത്തോ എന്ന് പറഞ്ഞ് ആ ചേട്ടൻ്റെ കയ്യിൽ കൊടുത്തേച്ച് പതിവ് പോലെ പാതിരാത്രിക്ക് എഴുന്നേറ്റ് വീട്ടിലേക്ക് പോന്നു. ഞാൻ പറഞ്ഞു, വിവാഹം കഴിഞ്ഞ് അധികം നാൾ കഴിയുന്നതിന് മുമ്പ് തുടങ്ങിയ പതിവായത്. ഭാര്യയോട് പറഞ്ഞിട്ടുണ്ട്, രാത്രി എന്നെ കാത്തിരിക്കൊന്നും വേണ്ട, അത്താഴം കഴിച്ച് മക്കൾക്കും കൊടുത്തേച്ച് കിടന്നുറങ്ങിക്കോണം, വാതിലൊക്കെ അടച്ച് കുറ്റിയിട്ടേച്ച് കിടന്നുറങ്ങിക്കോ, അടുക്കള വാതിൽ ചാരിയാ മതി, കുറ്റിയിടണ്ട പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട് ഭാര്യയോട്. അനുസരണമുള്ള ഭാര്യ അന്നു മുതൽ കൃത്യമായിട്ട് അത് ചെയ്യാറുമുണ്ട്. അന്ന് രാത്രി പതിവ് പോലെ അടുക്കള വശത്തൂടെ വന്ന് വാതിൽ തള്ളി തുറന്ന് അകത്ത് കയറി ഭാര്യ വിളമ്പി വെച്ചിരിക്കുന്ന അത്താഴം എടുത്ത് കഴിച്ചേച്ച് ചുറ്റും ഒന്ന് കണ്ണു ഓടിച്ചു നോക്കി. അടുപ്പ് കെട്ടാൻ വേണ്ടിയിട്ട് ഒരു തറ പൊക്കി പണിതിട്ടുണ്ട് അടുക്കളയ്ക്കകത്ത്. സാധാരണ പഴയ മോഡലിലുള്ള ഈ വിറക് വെച്ച് 3 കല്ല് വെച്ച് കത്തിക്കുന്ന ഒരു കൊച്ച് അടുക്കളയാണത്. ഒരു കല്ലിൻ്റെ സൈഡിലായിട്ട് വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള വാക്കത്തി ഇരിക്കുന്നു. വേലായുധൻ ഒന്നും ആലോചിച്ചില്ല, ഓടിച്ചെന്നു ആ വാക്കത്തി എടുത്ത് കയ്യിൽ പിടിച്ചു. സർവ്വശക്തിയും എടുത്ത് ഇടത് കൈ വശമുള്ള വേലായുധൻ ഇടത് കൈയിൽ വാക്കത്തി പിടിച്ചിട്ട് വലത് കൈ തോളിനിവിടെ വെച്ച് ഒരൊറ്റ വെട്ട്. എല്ലടക്കം വെട്ടുകൊണ്ട് ഈ കൈ ഇങ്ങനെ ഒടിഞ്ഞു തൂങ്ങി രക്തം ചീറ്റി ഒഴുകാൻ തുടങ്ങി. വേലായുധം വെല്ലുവായി കടന്ന് നിലവിളിക്കാൻ തുടങ്ങി. കരച്ചിൽ കേട്ടുകൊണ്ട് പാതിരാത്രിക്ക് ഉറങ്ങിക്കിടന്ന ഭാര്യയും മക്കളും അയലോക്കത്തെ ആൾക്കാരും ഒക്കെ ചാടി എഴുന്നേറ്റ് വന്നു നോക്കുമ്പോൾ അടുക്കളയിൽ രക്തത്തിൽ കുളിച്ച് കിടക്കണു വേലായുധനും വേലായുധൻ്റെ കൈയും. വാരിക്കൂട്ടിയെടുത്തു ഒരു കാറ് പിടിച്ച് ആലപ്പുഴ ജില്ലാ ആശുപത്രിയിൽ പാതിരാത്രി തന്നെ കൊണ്ടുചെന്നു. നൈറ്റ് ഡ്യൂട്ടിയിലുള്ള ഡോക്ടർ വന്നു, പരിശോധിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു, വെട്ടിയിട്ട് അധികം സമയം ആകാത്തത് കൊണ്ട് വേണമെങ്കിൽ വെച്ചു പിടിപ്പിക്കാം, വെട്ടിയിട്ട് അധികം സമയമാകാത്തത് കൊണ്ട് വേണമെങ്കിൽ വെച്ച് പിടിപ്പിക്കാമെന്ന് ഡോക്ടർ പറയുന്നത് കേട്ട വേലായുധൻ ഒഴുകിയിറങ്ങുന്ന കണ്ണുനീര് കവിളേന്ന് പതുക്കെ ഇടത് കൈ കൊണ്ട് ഇങ്ങനെ തുടച്ച് കളഞ്ഞിട്ട് ഡോക്ടറോട് പറഞ്ഞു, സാറേ കൈ വെച്ച് പിടിപ്പിക്കണ്ട,
2 കയ്യോ ഉണ്ടെങ്കിൽ ഇനിയും ഞാൻ ചീട്ട് കളിക്കാൻ പോകും, 1 കയ്യോ ഉള്ളെങ്കിൽ ഇനി ചീട്ട് കളിക്കത്തില്ലല്ലോ, അറിഞ്ഞോണ്ട് വെട്ടിയതാ സാറേ. പ്രിയപ്പെട്ടവരെ, വേലായുധം പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കണം കേട്ടോ. സാറേ, കൈ വെച്ച് പിടിപ്പിക്കണ്ട. 2 കയ്യോ ഉണ്ടെങ്കിൽ ഇനിയും ഞാൻ ചീട്ട് കളിക്കാൻ പോകും, 1 കയ്യോ ഉള്ളെങ്കിൽ ഇനി ചീട്ട് കളിക്കത്തില്ലല്ലോ, അറിഞ്ഞോണ്ട് ഞാൻ വെട്ടിയതാ, അതുകൊണ്ട് സാറ് കൈ വെച്ച് പിടിപ്പിക്കണ്ട, തൂങ്ങിക്കിടക്കണത് വാക്കിയും കൂടി അങ്ങ് വെട്ടിക്കളഞ്ഞേരെ. പ്രിയപ്പെട്ടവരെ, ഒറ്റക്കയ്യം വേലായുധൻ ഇന്ന് കൺവെൻഷൻ ഗ്രൗണ്ടുകളിൽ കൂടെ ദൈവത്തിന് സാക്ഷ്യം പറഞ്ഞുകൊണ്ട് നടക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നു, നിന്റെ കണ്ണ് നിനക്ക് പാപഹേതുവാകുന്നെങ്കിൽ അത് ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളയുക. 2 കണ്ണുള്ളവനായി നിത്യനരകാഗ്നിയിൽ പതിക്കുന്നതിനേക്കാൾ നല്ലത് ഒറ്റക്കണ്ണനായി സ്വർഗത്തിൽ പോകുന്നതാ. നിന്റെ 2 കൈകൾ നിനക്ക് പാപഹേതുവാകുന്നെങ്കിൽ അതിലൊന്ന് വെട്ടിയെറിഞ്ഞു കളയുക. 2 കൈയുള്ളവനായി നീ നിത്യനരകാഗ്നിയിൽ പോകുന്നതിനേക്കാൾ നല്ലത് ഒറ്റക്കയ്യനായി നീ സ്വർഗത്തിൽ പോകുന്നതാണെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, സർവശക്തിയോടുകൂടെ ദൈവം എൻ്റെ കൂടെയുണ്ടെന്നുള്ള വിശ്വാസത്തോടെ, അനുതാപത്തോടുകൂടെ, പശ്ചാത്താപത്തോടെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരാൻ സാധിക്കുന്നുവെങ്കിൽ ദൈവം എൻ്റെ കൂടെയുള്ള അനുഭവം എനിക്കുണ്ടാകും. കർത്താവിൻ്റെ കൂടെയുണ്ട് എന്ന ബോധ്യം എനിക്ക് കിട്ടും. ഇത് കിട്ടാത്തത് അനുതാപം ഇല്ലാത്തത് കൊണ്ടാണ്, പശ്ചാത്താപം ഇല്ലാത്തത് കൊണ്ടാണ്, നന്നാകാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ്. ഇങ്ങനെയൊക്കെ അങ്ങ് പോയേച്ചാൽ മതി എന്ന ഒരു ചിന്ത എങ്ങനെയൊക്കെയോ മനസ്സിൽ അങ്ങ് കയറിക്കൂടിയിട്ടുണ്ട്. ഞാൻ ഓർക്കുക, 1.5 വർഷമായി കാണുമായിരിക്കും, പച്ചാളം എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾക്കൊരു ആശ്രമമുണ്ട്. മൈക്കിളച്ചനും ഞാനും ഒക്കെ അംഗങ്ങളായിരിക്കുന്ന വിൻസെൻഷൻ സഭയ്ക്ക് എറണാകുളം ടൗണിനടുത്ത് കലൂരടുത്ത് പച്ചാളം എന്ന സ്ഥലത്തൊരു ആശ്രമമുണ്ട്. അവിടെ ഞങ്ങൾക്കൊരു സെമി പാരിഷ് പോലെ ഒരു കൊച്ചിടവക പള്ളിയുണ്ട്, 10 പിയൂസ് പള്ളി. അവിടെ ഈ കഴിഞ്ഞതിന് മുൻപിലത്തെ വർഷത്തെ ഇടവക ധ്യാനത്തിന് വേണ്ടി ഞാനും എൻ്റെ കൂടെ ഞങ്ങളുടെ സഭയിലെ പ്രസിദ്ധനായ മറ്റൊരു ധ്യാനഗുരുവാണ് ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ പടിഞ്ഞാറക്കുറ്റച്ചൻ. ഞങ്ങൾ 2 അച്ഛന്മാരും കൂടെ ഈ പള്ളിയിൽ 10 പിയൂസ് പള്ളിയിൽ ധ്യാനിപ്പിക്കാൻ പോയി. അന്ന് ഞങ്ങൾക്ക് മറ്റു വണ്ടിയൊന്നും കിട്ടാഞ്ഞത് കൊണ്ട് കലൂര് ബസ് സ്റ്റാൻഡിൽ വന്ന് ബസ്സിന് കയറി ഞങ്ങൾ 2 പേരും കൂടെ തിരിച്ചു പോരുക. രാത്രിയിൽ വഴിയിൽ കണ്ട, നേരെ മുമ്പിൽ വന്ന് കണ്ട ആൾക്കാരെ ഒക്കെ നോക്കി നല്ല തെറി പറഞ്ഞോണ്ടാ വന്നെ, മുഖത്ത് നോക്കി ചീത്ത വിളിച്ചോണ്ട് വരുന്നു. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഞാൻ എന്നാ ഓർത്തു, വെറുതെ എന്തിനാ ഈ പാതിരാത്രിക്ക് ഈ ചേട്ടൻ്റെ വായി കിടക്കണ തെറി കേൾക്കണേ എന്നോർത്തിട്ട് ആലുവ സ്റ്റാൻഡിലുള്ള സാമാന്യം നല്ല വണ്ണമുള്ള ഒരു പില്ലർ നോക്കിയിട്ട് ആ തൂണിൻ്റെ മറവിലേക്ക് ഞാനിങ്ങനെ വലിഞ്ഞു നിന്നു. പ്രിയപ്പെട്ടവരെ, തൂണിന് എൻ്റെ അത്രയും വണ്ണം ഇല്ലാത്തത് കൊണ്ടോ എനിക്ക് തൂണിനേക്കാൾ വണ്ണം കൂടിപ്പോയത് കൊണ്ടോ എന്തോ ആകട്ടെ, ആടി ആടി വന്ന ചേട്ടൻ കൃത്യമായി എൻ്റെ മുമ്പിൽ വന്നവിടെ നിന്നു. ഞാൻ സത്യം പറയാം, ഇപ്പോഴും എൻ്റെ ഉള്ളിലൊരു ആന്തലുണ്ട്. ഞാൻ ഈ കാര്യം പറയുമ്പോൾ ഞാൻ ഞെട്ടലോടുകൂടെ ഇങ്ങനെ ആ ചേട്ടൻ്റെ മുഖത്തേക്ക് നോക്കി. നേരെ നിൽക്കാൻ ത്രാണിയില്ലാത്ത ഈ ചേട്ടൻ 2 കൈയും മുട്ടേ കുത്തി ഇങ്ങനെ എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. പാതിരാത്രിയിൽ നല്ല ഒരു ഇരയെ കിട്ടിയ സന്തോഷത്തോടെ, കാരണം എന്നാ, 2 അച്ഛന്മാർ നല്ല വെളുത്ത ലോഹയൊക്കെ ഇട്ട് പാതിരാത്രിക്ക് വഴിയിൽ വന്ന് നിൽക്കണു. ആൾക്കാർ 10-40 പേര് കാണാൻ ചുറ്റും കൂടിയിട്ടുണ്ട്. എൻ്റെ മുഖത്ത് നോക്കി ഈ ചേട്ടൻ ഒരൊറ്റ തെറി. ഇത്ര നേരം കുനിഞ്ഞിരുന്നവരൊക്കെ പതുക്കെ തല പൊക്കാൻ തുടങ്ങി. എടാ, അച്ഛൻ തെറി പറയാൻ പോവാന്നാ തോന്നണേ അല്ലേ? ഇത്രയും പറയാമെങ്കിൽ പിന്നെ ആ തെറിയും കൂടെ പറഞ്ഞാൽ എന്നാ അല്ലേ? ഞാൻ പറയാം, കേൾക്കാൻ നല്ല രസമുള്ള ഒരു തെറിയാ ഞാൻ അന്ന് രാത്രി കേട്ടെ. പ്രിയപ്പെട്ടവർ, ഈ ചേട്ടൻ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ആ കൊള്ളാം, എൻ്റെ കുടി മാറ്റാൻ വേണ്ടി മുരിങ്ങൂര് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ എന്നെ ധ്യാനം കൂടാൻ കൊണ്ടുപോയി വിട്ടു. 300 രൂപയും പോയി, 5 ദിവസവും നഷ്ടപ്പെട്ടു. പനക്കലച്ചൻ എൻ്റെ കുടി മാറ്റാൻ പറ്റിയില്ല. പനക്കലച്ചനെ തെറി, നമ്മളെ ആരെയല്ല. കൂടുതൽ കേൾക്കുന്നതിന് മുമ്പ് ബസ് വന്നു, ഞങ്ങൾ ചാടിക്കയറി ബസ്സിനകത്തിരുന്നു. പക്ഷെ അതിനുശേഷം പലപ്പോഴും ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കും. ചേട്ടൻ പറഞ്ഞ കാര്യം, 300 രൂപയും പോയി, 5 ദിവസവും പോയി, പനക്കലച്ചൻ എൻ്റെ കുടി മാറ്റാൻ പറ്റിയില്ല. ചേട്ടൻ എന്നാന്നാ ഓർത്തെ? 300 രൂപ അങ്ങോട്ട് കൊടുക്കുമ്പോൾ പനക്കലച്ചൻ കുടി ഇങ്ങോട്ട് എടുക്കുന്ന ഓർത്തെ. പ്രിയപ്പെട്ടവരെ, സെമിനാരിയിൽ ഞങ്ങൾ ആരും മാജിക്കല്ല പഠിക്കണേ. പൈസ അങ്ങോട്ട് കൊടുക്കുമ്പോൾ കുടി ഇങ്ങോട്ട് എടുക്കണം മാജിക്ക്. ദൈവത്തിൻ്റെ തിരുസന്നിധിയിലേക്ക് കടന്നു വന്ന് എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം എനിക്ക് മാറ്റം വരണമെന്നുള്ള ആഗ്രഹത്തോടുകൂടെ കർത്താവിനോട് കണ്ണുനീരോടെ വിളിച്ചപേക്ഷിച്ചാൽ, പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവം എനിക്ക് ചെയ്തു തരൂ എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പക്ഷെ പലപ്പോഴും ഈ ആഗ്രഹമില്ല.
എനിക്ക് മാറണമെന്ന ചിന്തയില്ല, മാറ്റം വരണമെന്നൊരു ആഗ്രഹം മനസ്സിൽ തോന്നാത്തത് കൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് ജീവിച്ചു പോയാൽ മതി എന്നൊരു ചിന്ത മനസ്സിൽ കടന്നു വരുന്നത് കൊണ്ട് പലപ്പോഴും പാപത്തിൻ്റെ അന്ധകാരത്തിൽ തന്നെ കഴിഞ്ഞു പോകുന്നു എന്നുള്ളത് നമ്മെ സംബന്ധിച്ചുള്ള വലിയൊരു വേദനയായി ദൈവത്തിന് അവശേഷിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ പാപത്തിൻ്റെ പന്നിക്കുഴിയിൽ കിടക്കാൻ വേണ്ടിയിട്ടല്ല ദൈവം നമ്മളെ വിളിച്ചു കൊണ്ടുവന്നത്. സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും നമ്മളെ സൃഷ്ടിച്ചത്. ദൈവമക്കളെ പോലെ ജീവിക്കാൻ വേണ്ടി, ദൈവമക്കളുടെ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ എന്നെയും നിങ്ങളെയും ദൈവം സൃഷ്ടിച്ചുവെങ്കിൽ ആ ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തോടെ ദൈവത്തിങ്കിലേക്ക് നോക്കി ധൂർത്തപുത്രനെ പോലെ തെറ്റിപ്പോയി എന്ന് വിളിച്ചു പറഞ്ഞ് തിരിച്ചു വരാൻ നിനക്ക് സാധിക്കുമെങ്കിൽ ദൈവം നിന്നെ കാത്തിരിപ്പുണ്ട്. രണ്ട് കൈകളും നീട്ടി നിന്നെ കെട്ടിപ്പിടിക്കാൻ, ചുംബനം നൽകാൻ, മോതിരമിടിക്കാൻ, കാലിൽ ചെരുപ്പുകൾ ഇടിക്കാൻ ദൈവം നിനക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട് എന്ന് നീ മനസ്സിലാക്കിയാൽ കൊടുത്ത കാളക്കുട്ടിയെ കൊന്ന് വിരുന്നൊരുക്കുന്ന ഒരു ദൈവം എനിക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു തിരിച്ചറിവ് പലപ്പോഴും ഇല്ലാതെ പോകുന്നു എന്നുള്ളതാ ഞാനും നിങ്ങളുമൊക്കെ പഴയ പാപത്തിൻ്റെ പിടിയിൽ തന്നെ കിടന്നു പോകാൻ കാരണം. ദൈവം എനിക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട് എന്ന ഒരു ചിന്തയുണ്ടെങ്കിൽ മാനസാന്തരപ്പെടാൻ, കർത്താവിൻ്റെ കുരിശിലേക്ക് നോക്കി, കുരിശിൽ എനിക്ക് വേണ്ടി പീഡകളേറ്റ്, ചാട്ടവാറടിയേറ്റ്, വിവസ്ത്രനാക്കപ്പെട്ട്, മുൾമുടി ധരിച്ച് എനിക്ക് വേണ്ടി രക്തം ചിന്തി, അവസാനത്തുള്ളി രക്തം പോലും ചിന്തിയ ഒരു കർത്താവ് എനിക്കുണ്ട് എന്നുള്ള ബോധ്യത്തോടെ ആ ഈശോയുടെ അടുക്കിലേക്ക് കടന്നു വന്ന് ആ കുരിശെ കയറി അങ്ങ് കെട്ടിപ്പിടിച്ചാൽ പ്രിയപ്പെട്ടവരെ, പകുതി കാര്യം രക്ഷപ്പെട്ടു. ത്തേക്ക് വന്നു. അവിടെ 2 വള്ളങ്ങൾ കിടപ്പുണ്ടായിരുന്നു. അതിലൊന്ന് ശിമയോൻ പത്രോസിൻ്റെതാണ്. യേശു അതിൽ കയറിയിരുന്ന് മനുഷ്യരെ പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ യേശു ശിമയോൻ പത്രോസിനോട് പറഞ്ഞു, ശിമയോനെ, വള്ളം ആഴത്തിലേക്ക് നീക്കി വള്ളത്തിൻ്റെ വലതുവശത്ത് മീൻ പിടിക്കാൻ വലയിറക്കുക. അപ്പോൾ ശിമയോൻ പത്രോസ് പറഞ്ഞു, കർത്താവേ, കഴിഞ്ഞ രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചതാ, പക്ഷെ ഒന്നും കിട്ടിയില്ല കേട്ടോ. എന്നാലും നീ പറഞ്ഞതുകൊണ്ട് ഞാൻ വലയിറക്കാമെന്ന് പറഞ്ഞ് ശിമയോൻ പത്രോസ് വലയിറക്കി. വല നിറയെ മീൻ കിട്ടി. 2 വള്ളങ്ങളും നിറച്ചു കഴിഞ്ഞപ്പോൾ ശിമയോൻ പത്രോസ് ഒരു പണി ചെയ്യുന്നുണ്ട്. ശിമയോൻ പത്രോസ് വള്ളത്തിനകത്ത് മുട്ടുകുത്തിയിട്ട് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാ, നീ എൻ്റെ മുമ്പിൽ നിന്ന് പോണം കേട്ടോ. കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാ, നിന്റെ മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യത എനിക്കില്ല എന്ന് തിരിച്ചറിഞ്ഞ് ശിമയോൻ പത്രോസ് അലറി വിളിച്ച് കർത്താവിനോട് പറയാ, നിന്റെ മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യത എനിക്കില്ല. കർത്താവ്, ഞാൻ പാപിയായ മനുഷ്യനാണ്, ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ മുമ്പിൽ നിൽക്കാൻ എനിക്ക് യോഗ്യതയില്ല എന്ന തിരിച്ചറിവ് പ്രിയപ്പെട്ടവരെ അനുതാപമാണ്. ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യത എനിക്കില്ല എന്ന തിരിച്ചറിവ്. ഈ തിരിച്ചറിവോടുകൂടിയ ശിമയോൻ പത്രോസ് നിലവിളിച്ചു പറഞ്ഞ്, കർത്താവേ, നിന്റെ മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യത എനിക്കില്ല കേട്ടോ. ഇപ്രകാരം ഈശോയുടെ മുഖത്തേക്ക് നോക്കി കർത്താവിൻ്റെ മുമ്പിൽ വരാനുള്ള യോഗ്യത എനിക്കില്ലല്ലോ എന്ന് തിരിച്ചറിഞ്ഞ് നിലവിളിച്ചു പ്രാർത്ഥിച്ചാൽ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്ന, നിലവിളി കേൾക്കുന്ന, അനുഗ്രഹങ്ങൾ സമൃദ്ധമായി ചൊരിയുന്ന ഒരു ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ള ബോധ്യത്തോടെ ആ അപ്പനെ വിളിച്ചു പ്രാർത്ഥിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു 5-8 മാസം മുമ്പ് വിശുദ്ധ നാടുകളിൽ ധ്യാനിപ്പിക്കാൻ വേണ്ടി പോകാൻ ഇടവന്നു. ജോർദാനിൽ ധ്യാനിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ധ്യാനം അറേഞ്ച് ചെയ്തിരുന്നവർ നമ്മുടെ കർത്താവ് മാമോദീസ സ്വീകരിച്ച യോർദാൻ നദിയിൽ വെച്ച് 1 മണിക്കൂർ നേരത്തെ പ്രസംഗം, ധ്യാനപ്രസംഗം അറേഞ്ച് ചെയ്തു. അങ്ങനെ അവരെല്ലാം കൂടി എന്നെ പിടിച്ച് ഈ വെള്ളത്തിനകത്ത് ഇറക്കി നിർത്തി. ധ്യാനിക്കാൻ വന്നിരിക്കുന്ന ആൾക്കാരൊക്കെ കരയിൽ ചുറ്റും ഇങ്ങനെ ഇരുന്നു ധ്യാനം കേൾക്കുന്നു. പ്രിയപ്പെട്ടവരെ, വലിയൊരു ദൈവാനുഗ്രഹമായിട്ട് ഞാനതിനെ കണക്കാക്കുന്നു. കർത്താവ് മാമോദീസ സ്വീകരിച്ച ആ യോർദാൻ നദിയിലെ വെള്ളത്തിൽ ഇറങ്ങി നിന്ന് 1 മണിക്കൂർ നേരം ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കാൻ പറ്റി. ഞാനിങ്ങനെ പ്രസംഗം കഴിഞ്ഞപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി വന്ന് മുട്ടോളം വെള്ളത്തിൽ നിൽക്കുന്ന എൻ്റെ അടുത്ത് വന്ന് ഈ മനുഷ്യൻ മുട്ടുകുത്തി നിന്ന് അച്ഛനോട് പറഞ്ഞു, ഫാദർ, യു ഗിവ് മീ ബാപ്റ്റിസം ഹിയർ. അച്ഛാ, എനിക്ക് മാമോദീസ സ്വീകരിക്കണം എന്നാഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു ഇംഗ്ലീഷിൽ ഈ യുവാവ്. ഞാൻ ഇവൻ്റെ മുഖത്തേക്ക് ശ്രദ്ധിച്ച് നോക്കി. പ്രിയപ്പെട്ടവർ, എനിക്ക് പെട്ടെന്ന് ഈ മനുഷ്യനെ തിരിച്ചറിയാൻ സാധിച്ചു. കാരണം TV-യിലും പത്രത്താളുകളിലും ഒക്കെ പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു മുഖമാണ്. ഞാൻ പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങളും അറിയും. പ്രസിദ്ധനായ ഇന്ത്യൻ ക്രിക്കറ്റ് കളിക്കാരനായ റോബിൻ ഉത്തപ്പ എന്നു പേരുള്ള ഒരു യുവാവാണ് എൻ്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്തിയത്. എൻ്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്തിയിട്ട് റോബിൻ ഉത്തപ്പ എന്നോട് പറഞ്ഞു, ഫാദർ, എനിക്ക് മാമോദീസ സ്വീകരിക്കണം.
പ്രിയപ്പെട്ടവരെ, കത്തോലിക്ക തിരുസഭയിൽ ഇൻസ്റ്റന്റേനിയസ്ലി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അപ്പം തന്നെ മാമോദീസ കൊടുക്കുന്ന ഒരു ചടങ്ങില്ല. നമുക്കറിയാം. ഞാൻ ഈ മനുഷ്യൻ്റെ ചെവിയിൽ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ഒരാഴ്ച ഡിവൈനിൽ വന്ന് ധ്യാനിക്ക്, അപ്പോൾ നമുക്ക് സംസാരിക്കാം. പ്രിയപ്പെട്ടവരെ, ഞാൻ വിശുദ്ധ നാടുകളിലെ ധ്യാനമൊക്കെ അവസാനിപ്പിച്ച് തിരിച്ചു വന്നു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഈ റോബിൻ ഉത്തപ്പ എന്നു പേരുള്ള ക്രിക്കറ്റ് കളിക്കാരനും അദ്ദേഹത്തിൻ്റെ കുടുംബവും ഡിവൈനിൽ ധ്യാനിക്കാൻ വേണ്ടി വന്നു. ഒരാഴ്ച താമസിച്ച് ധ്യാനിച്ചു. ധ്യാനത്തിനിടയ്ക്ക് എൻ്റെ അടുക്കൽ വന്നിട്ട് എന്നോട് വീണ്ടും പറഞ്ഞു, അച്ഛാ, എനിക്ക് മാമോദീസ സ്വീകരിച്ചാൽ കൊള്ളാം എന്നിപ്പോഴും ആഗ്രഹമുണ്ട്. ഞങ്ങൾ കൗൺസിലിങ്ങിനിടയ്ക്ക് സംസാരിച്ചു കൊണ്ടിരിക്കെ കാര്യങ്ങൾ വ്യക്തമായി. അപ്പൻ ഹിന്ദുവാണ്, അമ്മ കോഴിക്കോടുകാരിയായ ഒരു നല്ല കത്തോലിക്ക സ്ത്രീ. പക്ഷെ ഹിന്ദുവായ ഒരു മനുഷ്യനെ കിട്ടിയത് കൊണ്ട് മക്കൾ 2 പേരാണ്. 2 പേരും ഒരു മതത്തിലും ഇല്ല. ഇപ്പോൾ ഇടയ്ക്ക് ഇവർ ബാംഗ്ലൂരാണ് താമസിക്കുന്നത്. ഇടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ ഈ പ്രൊട്ടസ്റ്റന്റ് ആൾക്കാർ നടത്തുന്ന ഈ പള്ളിയിൽ പോയിരുന്ന ദൈവത്തിൻ്റെ വചനം വല്ലപ്പോഴും ഒക്കെ കേൾക്കാറുണ്ട്. അതുമാത്രമേ മതപരമായ ചടങ്ങുകളുള്ളൂ. ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ വേണ്ടിയിട്ട് വിശുദ്ധ നാടുകൾ സന്ദർശിക്കാൻ വേണ്ടി പോയ വഴിക്കാണ് ഞാനിങ്ങനെ ഈ ജോർദാൻ നദിയിൽ പ്രസംഗിക്കുന്നത് ഇവൻ കേട്ടത്. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ഡിവൈനിൽ ധ്യാനിക്കാൻ വന്നു. ഇവൻ ഒരാഴ്ച ഡിവൈനിൽ ധ്യാനിച്ചതാണെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു ലെറ്റർ ഹെഡിൽ ഒരു കത്ത് എഴുതി ബാംഗ്ലൂർ ആർച്ച് ബിഷപ്പിന് വേണ്ടി കൊടുത്തു വിട്ടു. ഒരു ബാംഗ്ലൂരുകാരാ. പ്രിയപ്പെട്ടവരെ, തിരിച്ചു ചെന്ന് ബാംഗ്ലൂർ പോയി ഈ കത്ത് ആർച്ച് ബിഷപ്പിൻ്റെ കൈ കൊണ്ട് കൊടുത്തു. ഏകദേശം 1 മാസത്തോളം നമ്മുടെ കത്തോലിക്ക തിരുസഭയിലെ പ്രാർത്ഥനകളൊക്കെ അവിടെ അടുത്തുള്ള വികാരി അച്ഛനെ കൊണ്ട് പഠിപ്പിച്ചു കൊടുത്തിട്ട് 2 മാസം മുമ്പ് ഈ റോബിൻ ഉത്തപ്പ എന്നു പേരുള്ള ഈ ക്രിക്കറ്റ് കളിക്കാരൻ കർത്താവിൻ്റെ മാമോദീസ സ്വീകരിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു നല്ല കയ്യടി ഈശോയ്ക്ക് കൊടുത്ത എല്ലാവരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇനി ഇങ്ങനെ ജീവിച്ചാൽ പോരാ, ദൈവത്തിന് സാക്ഷിയായി തീരണമെന്ന ആഗ്രഹത്തോടു കൂടെ മാമോദീസ സ്വീകരിച്ചു. ഈ മിനിങ്ങാന്ന് എന്നെ വിളിച്ചു, ഫോണിൽ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ, രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കളിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ കൂടെ ടീമിലുള്ള എല്ലാവരോടും ഞാൻ ഈശോയെക്കുറിച്ച് എല്ലാ ദിവസവും പറയാറുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അനുഭവിച്ചറിഞ്ഞ ദൈവസ്നേഹത്തിൻ്റെ അനുഭവം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കുമ്പോൾ നമ്മുടെ മാനസാന്തരം പൂർത്തിയാവുകയാണ്. അപ്പോൾ ദൈവ തിരുസന്നിധിയിൽ ആഗ്രഹത്തോടു കൂടെ കാത്തിരുന്ന് കർത്താവിൻ്റെ കൂടെയുള്ളവനാണ് എന്ന് തിരിച്ചറിഞ്ഞ് കഴിയുമ്പോൾ വലിയ ദൈവാനുഭവം കൊണ്ട്, ദൈവസ്നേഹാനുഭവം കൊണ്ട് ഞാനും നിങ്ങളും നിറയുന്ന അനുഭവം നമുക്കെല്ലാവർക്കും ഉണ്ടാകും. അതിനു വേണ്ടിയിട്ടാണ് ഈശോ നമ്മളെ എല്ലാവരെയും ഈ വൈകുന്നേരം രാത്രി സമയത്ത് വിളിച്ചുകൊണ്ടുവന്ന് ഇവിടെ ഇരുത്തി ദൈവത്തിൻ്റെ വചനം പറഞ്ഞു പഠിപ്പിക്കുക എന്ന് മനസ്സിലാക്കുക. ആ ദൈവത്തെ തിരിച്ചറിയാൻ, ദൈവത്തിൻ്റെ അടുക്കലേക്ക് തിരിച്ചു വരാൻ, അനുതാപത്തിൻ്റെ കണ്ണുനീരൊഴുക്കാൻ, മാനസാന്തരത്തിൻ്റെ കൃപകൾ കർത്താവെ ജീവിതത്തിൽ നൽകണമേ എന്ന ആഗ്രഹത്തോടുകൂടെ പ്രാർത്ഥിക്കാൻ ഈ രാത്രി നിങ്ങൾക്ക് സാധിക്കുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, ദൈവവചനം നമ്മുടെ ജീവിതങ്ങളിൽ ആവശ്യത്തിന് സ്വാധീനം ചെലുത്തുന്നു എന്ന് മനസ്സിലാക്കാൻ നമുക്ക്. അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ വചനത്തെ എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ അനുവദിക്കണം. അതിനുള്ള ആഗ്രഹത്തോടുകൂടെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ. കൈകളെ നമുക്ക് യാചനാപൂർവം പിടിക്കാം, കണ്ണുകൾ അടയ്ക്കാം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വചന സന്ദേശമായി ഈ ദിവസങ്ങളിലൂടെ നമുക്ക് നൽകുന്ന കർത്താവിൻ്റെ അനുഗ്രഹ വചനങ്ങളെ, സദ്വാർത്തയെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ, മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ കർത്താവെ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ജീവിതങ്ങളിൽ സമർപ്പിക്കാം. ഈശോയ്ക്ക് ഇഷ്ടമുള്ള മകനായി, മകളായി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തോടെ തിരിച്ചു വരാൻ കർത്താവെ ഇടവരുത്തണമേ എന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.